സർക്കാർ ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. 3 എക്സിക്യൂട്ടീവുകൾക്കെതിരെ പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് സമൂഹമാധ്യമങ്ങളുടെ നിലപാട് അറിയിച്ചത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സർക്കാർ ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളെല്ലാം സ്മാർട്ടും ഡിജിറ്റലുമാണെന്നും ഓഫീസുകളിലേക്ക് നേരിട്ട് വരേണ്ടതില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് 3 എക്സിക്യൂട്ടീവുകൾ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചത്. സ്വന്തം ഓഫീസുകൾ വലുതാക്കി വാതിലിന് പുറത്ത് മാനേജർമാരെ സെക്രട്ടറിമാരെ കാവൽ നിർത്തിയായിരുന്നു 3 എക്സിക്യൂട്ടീവുകളുടെയും പ്രവർത്തനം. സർക്കാരിന്റെ മിസ്റ്ററി ഷോപ്പർ പദ്ധതി വഴി സർക്കാർ ഓഫീസുകളെ കുറിച്ച് ഉപഭോക്താക്കൾ പങ്കുവച്ച വിവരങ്ങളാണ് ദുബായ് ഭരണാധികാരി പുറത്തുവിട്ടത്. ജനങ്ങൾക്കായി വാതിൽ തുറന്നിടുക എന്ന ദുബായ് എമിറേറ്റിന്റെ സംസ്കാരത്തെ മാനിക്കാത്തവർക്കെതിരെ നടപടി കടുപ്പിക്കുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. ജനങ്ങളെ സേവിക്കുകയും അവരുടെ ജീവിതം സുഗമമാക്കുകയും അവരോട് നിരന്തരം ആശയവിനിമയം നടത്തുന്നതുമാണ് ദുബായിയുടെ വിജയത്തിന്റെ അടിസ്ഥാനം. ഈ ആശയങ്ങളിൽ മാറ്റം വന്നിട്ടില്ലെന്നും ഷെയ്ഖ് മുഹമ്മദ് ഓർമ്മിപ്പിച്ചു. മാറിയെന്ന് കരുതുന്നവരെ ഭരണകൂടം മാറ്റുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതോടൊപ്പം എല്ലാ സർക്കാർ വകുപ്പുകളെ കുറിച്ച് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ഉദ്യോഗസ്ഥരോട് ഷെയ്ഖ് മുഹമ്മദ് നിർദ്ദേശിച്ചു. ജനം, ദുബായ്.